അല്ല പഴയ കാലത്ത് തന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം കണക്കെൻ്റെ അവനിസക്ക. ഇപ്പൊ ഏത് ചെറുക്കന്മാർ കല്യാണം കഴിക്കാൻ പോയാലും അവൻ്റെ പെണ്ണ് ആദ്യം ഒന്ന് പൊട്ടിച്ചിട്ടാണ് അവൻ്റെ അടുത്ത് വരുന്നത്. കോളേജ് പിള്ളേരല്ലേ. എൻ്റെ പൊന്ന ഇപ്പോഴത്തെ കാലത്ത് ഈ സമയത്തൊക്കെ എല്ലാ പെണ്ണുങ്ങളും വേറൊരുത്തരുടെ കൂടെ കിടന്നിട്ടാ കല്യാണം കഴിക്കുന്നത്. കിടന്നില്ലെങ്കിലും ഒന്നും സുഖിക്കെങ്കിലും ചെയ്യും. ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ കോളിൽ കൂടെ ഒക്കെ എന്നിട്ടാണ് ഇവന്മാരൊക്കെ കല്യാണം കഴിക്കുന്നത്. നമുക്ക് എന്ത് വേണം? ആദ്യമേ ടേസ്റ്റ് അനുഭവിച്ച പെണ്ണിൻ്റെ അടുത്തിട്ട് രണ്ടാമത് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്മാരെ രണ്ടാമത് ടേസ്റ്റ് അനുഭവിക്കുന്നത് എല്ലാം കണക്കാ. ഇപ്പോൾ സത്യമാണ്. ഇപ്പൊ ആര് കല്യാണം കഴിച്ചാലും നിങ്ങൾക്കൊന്നും ഫ്രഷിനെ കിട്ടൂല. നിങ്ങൾ മുമ്പി നിങ്ങളെക്കാളും മുന്നേ പണിയെടുത്തവന്മാരുണ്ട്. അവന്മാർ സൂചിച്ചിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലേ കല്യാണം കഴിച്ചിട്ട് സീൽ പൊട്ടിക്കാം എന്ന് വിചാരിച്ചാൽ ഈ കാലത്ത് അങ്ങനെയൊന്നും കാലത്ത് ഒന്നിനെയും കിട്ടില്ല. അതൊക്കെ സത്യമാണ് അമിസ്ക്ക. എല്ലാം പൊട്ടിച്ചിട്ടാണ് വരുന്നത് കല്യാണം കഴിക്കുന്നത്. അത് ചിലവരുകൾ അഭിനയിക്കും. എങ്ങനെയെന്നറിയോ? ചിലവര് അത് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പൊട്ടന്മാർ ചെക്കന്മാരാണെങ്കിൽ അവർക്കൊരു ഒന്നും അറിയില്ല. വിവരമുള്ളവന്മാരാണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ചില പെണ്ണുക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഞാനൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഫസ്റ്റ് ഒളിച്ചോടിയ സമയത്ത് എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. എനിക്ക് അതെന്താന്ന് പോലും അറിയില്ല സെക്സ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോയ ഫസ്റ്റ് ടൈമിൽ ഞാൻ ഒളിച്ചോടി പോയ ടൈമിൽ എനിക്ക് ആദ്യത്തെ ദിവസം ഫസ്റ്റ് സ്റ്റേജ് നടന്നില്ല. തലേ ദിവസം ഉച്ചയ്ക്കാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നടന്നത്. കാരണം ചേച്ചി നാത്തൂൻ്റെ ഭർത്താവും ജോലിക്ക് പോയി. അവർ 2 മക്കൾ പഠിക്കാൻ പോയപ്പം ആ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും മാത്രം ഉണ്ടായ സമയത്ത് ഞങ്ങൾ നല്ലപോലെ പണിയെടുത്താൽ ഉച്ചയ്ക്ക് ഒരു 11 മണിയാകുമ്പോൾ അവർ പോവും. 10 മണിയാകുമ്പോൾ പിള്ളേർ സ്കൂളിൽ പോവും. ഞങ്ങൾ 11 മണി തൊട്ട് ഒരു വൈകുന്നേരം 4 മണിയൊക്കെ അവർക്ക് വരും. ഏകദേശം ഒരു 2-3 മണിയൊക്കെ എടുത്തിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഭർത്താവ് ഉച്ച സമയത്തൊക്കെ. അന്ന് എനിക്കൊരു അറിയത്തില്ലായിരുന്നു. ആ ഒളിച്ചോടെ 2ാമത്തെ ദിവസം ഞാൻ എന്തോ ഒരു കാര്യത്തിട്ടുണ്ടെന്നറിയോ? ആ വേദനയൊക്കെ വേണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു വേദന ഇല്ല. ഇപ്പം എല്ലാ പെണ്ണുങ്ങൾ കയറുമ്പോഴേക്കും അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ സൂഹിക്കും. അതിൻ്റെ അർത്ഥം അവളുമാർ വേറെ പോയിട്ട് സീല് പൊട്ടിച്ചെന്നാണ്. പിന്നെ ചില പെണ്ണുങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി അയ്യോ വേനെടുക്കണമെന്ന് നമ്മൾ കരയും. സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ ഭർത്താവിന് സെക്സ് എന്താണെന്ന് അവനും അറിയത്തില്ലായിരുന്നു. അവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയേ ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ ഭർത്താവിനൊന്നും. എൻ്റെ ഭർത്താവിന് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു അറിയോ? 22 വയസ്സ്. 23-22 വയസ്സുണ്ടായുള്ളൂ. അതെ, 22 വയസ്സ്, എനിക്ക് 17 വയസ്സ്. 22 വയസ്സ്. ഇപ്പോഴത്തെ 22 വയസ്സിനും 19 വയസ്സിലും എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട, എല്ലാം ഓപ്പണായിട്ടാണല്ലോ. പണ്ടത്തെ ചെക്കന്മാർക്ക് ഈ സെക്സ് എന്താണെന്ന് അറിയത്തില്ല. ആ ഒരു സെക്സ് ചെയ്യുമ്പോൾ നല്ല സുഖം കിട്ടും. ഇപ്പോഴത്തെ പിള്ളേർക്ക് സെക്സ് കാരണം ഡയറക്റ്റ് കയറ്റുക. എല്ലാവർക്കും സുഖങ്ങൾ അറിയാം. കാരണം എല്ലാവരും മുന്നിൽ ടെസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ആ ഫീലിങ്സ് തോന്നില്ല. നമ്മൾ ആദ്യമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ചെയ്യാതിരുന്ന് നമ്മൾ ഭർത്താവിൻ്റെ കൂടെയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് ആ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അല്ലേ? ഒരു പ്രത്യേക സുഖമായിരിക്കും. സെക്സ് എന്താന്ന് പോലും ആ സമയത്ത് നമുക്ക് അറിയില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന പങ്കാളിക്കും അറിയത്തില്ല. എന്തൊക്കെയോ അന്ന് കാണിച്ചു കൂട്ടി. എനിക്കും ഒന്നും അറിയില്ലായിരുന്നു. നല്ല സുഖമല്ല അന്ധകാലത്തിൽ, അല്ലേ? ശരി.